സോ വി നോ അല്ലേ, നമുക്കറിയാം യോഗ എന്താണെന്നും യോഗ നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മളിത് വായിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കാം. വാട്ട് ഡു യു നോ അബൌട്ട് യോഗ? യോഗയെക്കുറിച്ച് നമുക്ക് എന്താ അറിയാം? ഡിസ്കസ് ഇൻ പെയർസ് ആൻഡ് ഷെയർ വിത്ത് ദ ഓൾ ക്ലാസ്. വാട്ട് ഈസ് 21st June known for? What do we do on this day? സോ ജൂൺ 21 എന്തോ പ്രത്യേകതയുണ്ട്. സോ അതൊക്കെ നമുക്കിതിൽ വഴിയെ നോക്കാം കേട്ടോ. ലിസ്റ്റ് as many words you know related to yoga. Share them with your classmates. Let us play the game of Antakshari. The word is yoga. The next word must then begin with the letter A. This activity will go and the whole class will participate and write the words on the blackboard. Okay, here യോഗയെ കുറിച്ചിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ നമുക്കറിയാം അല്ലേ യോഗ എന്താണെന്നറിയാം. സോ യോഗ ഈസ് എ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. ഇന്ത്യയിൽ പണ്ട് മുതലേ തന്നെ ഒറിജിനേറ്റഡ് മീൻസ് അവിടെ സ്റ്റാർട്ടഡ്, തുടങ്ങിയിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ പണ്ട് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ the word yoga comes from the Sanskrit root yuj. the yoga എന്ന വേർഡ് സംസ്കൃതമായിട്ടുള്ള യൂജ് എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ടു ജോയിൻ. ജോയിൻസ് മീൻസ് അല്ലെങ്കിൽ ആൻഡ് ടു യുണൈറ്റ്, നമ്മൾ ഒന്നിക്കുക എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ടു ജോയിൻ ഓർ ടു യുണൈറ്റ്. സോ യോഗയുടെ മീനിങ് വരുന്നത് ടു ജോയിൻ ഓർ ടു യുണൈറ്റ് എന്നാണ്. ദിസ് സിംബോളിസസ് ദ യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. സോ ഇവിടെ ഒന്നിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവുമാണ്. ഓക്കെ, ഇവിടെ യോഗ എന്ന വേർഡിൻ്റെ മീനിങ് ടു ജോയിൻ ഓർ ടു യുണൈറ്റ് മീൻസ് യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സും ശരീരവും ഒരുമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യോഗ എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ യോഗ ചെയ്യുമ്പം അല്ലേ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്നു, അതുപോലെ സെയിം ടൈം മൈൻഡും റിലാക്സ് ചെയ്യുന്നുണ്ട്. സോ യോഗയുടെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ടു ജോയിൻ, യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് കേട്ടോ. യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, തോട്ട് ആൻഡ് ആക്ഷൻ അല്ലേ, നമ്മുടെ ചിന്തകളും പ്രവർത്തികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിക്കുന്നതിനെയാണ് വി കോൾഡ് യോഗ. ആൻഡ് ഹാർമണി മീൻസ് ബാലൻസ്, harmony between human and nature. So here this symbolizes the unity of mind and body. യോഗ എന്തൊക്കെ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ മനസ്സും ശരീരവും ഒന്നിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും തോട്ട് ആൻഡ് ആക്ഷൻ ഒന്നിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നാച്ചർ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബാലൻസ് ഒക്കെ നമുക്ക് യോഗയിലൂടെ കിട്ടുന്നുണ്ട്. Means we get a good connection between human and nature and a connection between mind and body and thought and action അല്ലേ. ഒരു മനുഷ്യനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ നമുക്ക് യോഗ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെൽത്ത് ആൻഡ് വെൽബീങ്. അത് നമ്മുടെ ഹെൽത്തിനും എന്താണ് ഒരു വിശുദ്ധമായ ഒരു അപ്രോച്ച് എന്ന് പറയാം അല്ലേ. നമ്മളൊരു യോഗ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര റിലാക്സിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യോഗ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആണെന്ന്. ഭയങ്കര നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ജസ്റ്റ് യോഗ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ റിലാക്സ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് Sage Patanjali
presented the ancient tradition of yoga in a systematic way in Yoga Sutras of Patanjali. Here, sage എന്ന് പറഞ്ഞ സന്യാസി, പതഞ്ജലി എന്ന് പറഞ്ഞ സന്യാസി ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ആൻഷ്യൻ യോഗയുടെ പഴയ ഒരു എന്താ പറയുക, ഒരു മോഡൽ മീൻസ് ഒരു പ്രസൻറ്റേഷൻ ചെയ്തതാണ്. അതിനെ നമ്മൾ യോഗ സൂത്രാസ് ഓഫ് പതഞ്ജലി എന്നാണ് പറയാം. ഓക്കെ, he described yoga as the means to make the mind quiet and free from all distraction. He described yoga as the means to make the mind quiet and free from all distraction. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഈ യോഗ കൊണ്ട് നമ്മുടെ മൈൻഡ് ക്വൈറ്റ് ആകും. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രാക്ഷൻസ്, എല്ലാ ഡിസ്റ്റർബൻസ്, നമ്മുടെ മറ്റെല്ലാ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെ എന്ത് ഡിസ്ട്രാക്ഷൻ ആയിക്കോട്ടെ, നമ്മളെ ശല്യം ചെയ്യുന്നത് നമുക്കുള്ള എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, അതിൽ നിന്നും നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്വയറ്റ് ആക്കാം എന്ന് അദ്ദേഹം ഈ യോഗയിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. Yoga has become increasingly popular around the world due to its many health benefits. ഈ യോഗ നമ്മുടെ ലോകത്ത് തന്നെ ഭയങ്കര പോപ്പുലറാണ്. അത് ഭയങ്കര അതിൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം കൂടി. കാരണം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് യോഗാസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹിയർ ആർ സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ ആർ സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. യോഗ പോസ്റ്റേഴ്സ് മീൻസ് യോഗ കുറച്ച് ആസനാസ് ഒക്കെ ഉണ്ട്. ഹെൽപ്പ് ടു സ്ട്രെച്ച് ആൻഡ് സ്ട്രെങ്തൻ ദ മസിൽസ്, ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ് ആൻഡ് ബാലൻസ്. ദിസ് ക്യാൻ ഇംപ്രൂവ് ഓവറോൾ ഫിസിക്കൽ ഫിറ്റ്നസ്. ദിസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ബോഡി പെയിൻ സച്ച് ആസ് ലോവർ ബാക്ക് പെയിൻ. സോ ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് യോഗ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ട്. പോസ്റ്റേഴ്സ് മീൻസ് ആസനാസ്, കുറച്ച് ആസനാസ് ഒക്കെ ഉണ്ട്. അത് നമ്മളെ മസിൽസിനെ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യുകയും അതുപോലെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ നമ്മുടെ എൻഡ്യൂറൻസ് മീൻസ് കപ്പാസിറ്റി ടു കണ്ടിന്യൂ വിത്തൗട്ട് ഗിവിങ് അപ്പ്. ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാതെ അത് ഭയങ്കരമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി, അതാണ് നമ്മൾ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബാലൻസ്, ഇത് നമുക്ക് ഓവറോൾ മൊത്തത്തിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫിറ്റ്നസ്സിന് ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവും. നമ്മുടെ ബോഡിക്ക് ഓവറോൾ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടും. ഓക്കെ, ദിസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ബോഡി പെയിൻ സച്ച് ആസ് ലോവർ ബാക്ക് പെയിൻ. ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പെയിൻസ്, നമ്മുടെ ബാക്ക് പെയിൻ പോലെയുള്ള വേദനകളൊക്കെ എന്ത് ചെയ്യുന്നത് കുറയ്ക്കുന്നു. യോഗ ഇൻവോൾവ്സ് ബ്രീത്തിങ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ. യോഗയിൽ എന്തുണ്ട്, ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ടെക്നിക്സ് ഉണ്ടല്ലോ, ബ്രീത്തിങ് ടെക്നിക്സ്. സോ യോഗ ഇൻവോൾവ്സ് ബ്രീത്തിങ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ which help to calm the mind and reduce stress and anxiety. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യോഗ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൈൻഡ് മൈൻഡ് കാം ആവുന്നു, വളരെ ശാന്തമാകും ഇത്തരം യോഗാസൊക്കെ ചെയ്താലും. ഇറ്റ് റിലാക്സസ് ദ മൈൻഡ്, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ആൻഡ് ഇൻക്രീസസ് കോൺസെൻട്രേഷൻ. നമ്മുടെ നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നല്ല കോൺസെൻട്രേഷൻ, നല്ല ശ്രദ്ധ കൂട്ടാനും നമ്മുടെ യോഗാസ് സഹായിക്കും. യോഗ ഹാസ് ബീൻ ഷോൺ ടു ബൂസ്റ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത് ബൈ ലോവറിങ് ബ്ലഡ് പ്രഷർ ആൻഡ് ഇംപ്രൂവിങ് സർക്കുലേഷൻ. നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, ഹൃദയത്തിൻ്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ അതെങ്ങനെയാണ്, നമ്മളെ ബ്ലഡ് പ്രഷർ കുറച്ചിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് യോഗ കൊണ്ട്. യോഗ ക്യാൻ എയ്ഡ് ഇൻ വെയ്റ്റ് ലോസ് ബൈ ബേണിംഗ് കലോറീസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹെൽത്ത്. യോഗ നമുക്ക് വെയ്റ്റ് ലോസിനും കൂടി സഹായം. അപ്പം നമ്മൾ ഈ വെയ്റ്റ് ലോസ് ഒക്കെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ യോഗ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്.
കൂടുതലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ യോഗ പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് ഓവറോൾ വെൽബീയിങ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, യോഗ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു നമുക്ക് നല്ലൊരു ബോഡിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദ ബെനിഫിറ്റ് ഓഫ് പ്രാക്ടീസിങ് യോഗ ആർ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ്. അതുകൊണ്ട് തന്നെ ദേശീയപരമായിട്ട് മനസ്സിലാക്കിയത് യോഗ എന്ന് പറയുന്നത്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, ജൂൺ 2021 ജൂൺ 20 അവരെന്ത് ചെയ്തു, ലോഞ്ച്ഡ് ആൻ ആപ്പ്, ഒരു ആപ്പ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. ആ ആപ്പിൻ്റെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു ആപ്പ് ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. The app contains a collection of videos and audio files to teach and support yoga practice. ആ ആപ്പിൽ എന്താ ഉള്ളതെന്നറിയോ, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഓഡിയോ ഫയൽസ് ഉണ്ട്. അത് നമ്മൾ യോഗ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. The aim was to give an easy to use and free tool for people across the world to encourage them to practice yoga. അത് ആളുകൾക്ക് എവിടെ നിന്നും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് എവിടെ നിന്നും യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തരുന്നത്. വി ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് യോഗ അറ്റ് എനി ഗിവൺ മൊമെൻറ്റ് ഓഫ് ടൈം. നമുക്ക് ഏത് സമയത്തും യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് വെൻ വി പ്രാക്ടീസ് യോഗ ആസനാസ് postures, we do not just stretch the body, the mind has to be with the body. നമ്മൾ എന്താ യോഗ ചെയ്യുമ്പം നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയുടെ കൂടെ തന്നെ മീൻസ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആവരുത്, നമ്മൾ അതിലേക്ക് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്. നമ്മളിപ്പം യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെ എവിടേക്കും പോകരുത്, ഫുൾ ടൈം ആ ഒരു കോൺസെൻട്രേഷനിൽ മാത്രമായിരിക്കണം. ഇഫ് ഈച്ച് stretch is coordinated with the breath and awareness, our practice will become a yogic practice. Okay, so യോഗ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, സോ റീഡ്, വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്ററാണ്. ഓക്കെ.